നമ്മൾ 12ാം ക്ലാസ്സിന്റെ 3ാമത്തെ യൂണിറ്റിലെ 1ഉം 2ഉം പാഠഭാഗങ്ങൾ ഓർത്തഡോക്സ് ആരാധന എന്ന യൂണിറ്റിലെ 2 പാഠം ആത്മീയത ഒരു ഓർത്തഡോക്സ് വീക്ഷണം എന്ന പാഠവും 2ാമത്തെ പാഠം ഓർത്തഡോക്സ് ആരാധനയുടെ പ്രത്യേകതകൾ എന്ന പാഠവുമാണ് റിവൈസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, എല്ലാ മതത്തിൻ്റെയും ഹൃദയമായിട്ട് കരുതപ്പെടുന്നത് എന്താണ്? ആത്മീയതയാണ് എല്ലാ മതത്തിൻ്റെയും ഹൃദയമായിട്ട് കരുതപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഓർത്തഡോക്സ് വിശ്വാസത്തിലും പാരമ്പര്യത്തിലും ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർത്തഡോക്സ് വിശ്വാസവും പാരമ്പര്യവും അനുസരിച്ച് ആത്മീയത എന്നത് മനുഷ്യനെ ഭൗതികതയുടെയും പാപത്തിന്റെയും ചങ്ങലകളിൽ നിന്നും മോചിപ്പിച്ച് ദൈവത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട സാദൃശ്യത്തിലേക്കും സ്വരൂപത്തിലേക്കും വീണ്ടെടുക്കുന്ന ഒരു സ്ഥിരമായ പ്രക്രിയയാണ്. അടുത്ത ചോദ്യം, യാക്കോബ് സ്വപ്നത്തില് സ്വർഗത്തോളം ഉയർന്നു നിൽക്കുന്ന ഒരു ഗോവണി കണ്ടതായിട്ട് നമുക്കറിയാം അല്ലെ? ഇത് എന്തിന്റെ പ്രതിബിംബമാണ്? അതിശക്തമായ പ്രതിബിംബമാണ്. യാക്കോബ് കണ്ട ഗോവണി ആത്മീയതയുടെ അതിശക്തമായ ഒരു പ്രതിബിംബമാണ്. അടുത്ത ചോദ്യം, ആ മനുഷ്യൻ പറുദീസയോളം എടുക്കപ്പെട്ടു. ഇത് ആരെക്കുറിച്ച് പറഞ്ഞതാണ്? യേശുവിനെ കുറിച്ച് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ വാക്കുകളാണ് ആ മനുഷ്യൻ പറുദീസയോളം എടുക്കപ്പെട്ടു എന്നത്. അടുത്ത ചോദ്യം, ആത്മീയത കൊണ്ട് ഉദ്ദേശിക്കുന്ന രൂപാന്തരീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തോടുള്ള ബന്ധത്തിലും അവന്റെ കൃപയിലും പാപങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും വിമുക്തമാകുക എന്നതാണ് ആത്മീയത കൊണ്ട് ഉദ്ദേശിക്കുന്ന രൂപാന്തരീകരണം. ഒന്നുകൂടെ പറയാം, ദൈവത്തോടുള്ള ബന്ധത്തിലും അവന്റെ കൃപയിലും പാപങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും വിമുക്തരാവുക എന്നതാണ് ആത്മീയത കൊണ്ടുള്ള ആത്മീയത കൊണ്ട് ഉദ്ദേശിക്കുന്ന രൂപാന്തരീകരണം. അടുത്ത ചോദ്യം, ആത്മീയ പുരോഗതിക്ക് തടസ്സമായിരിക്കുന്ന 2 പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ആത്മീയ പുരോഗതിക്ക് തടസ്സമാകുന്ന 2 പ്രധാന പ്രശ്നങ്ങളാണ് ലോകത്തോടും ജഡത്തോടുമുള്ള ബന്ധം. അടുത്ത ചോദ്യം, മരുഭൂമിയിലെ പിതാക്കന്മാര് ദൈവത്തിനും നന്മയ്ക്കുമെതിരെ മനുഷ്യനിൽ പ്രവർത്തിക്കുന്ന 2 ആസക്തികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ 2 ആസക്തികൾ? ലോകം, ജഡം എന്നിവയാണ് ആ 2 ആസക്തികൾ. അടുത്ത ചോദ്യം, ഓർത്തഡോക്സ് ആത്മീയതയുടെ ശരിയായ മാതൃകകൾ എന്തൊക്കെയാണ്? പൂർവകാലത്തെ രക്തസാക്ഷികളും ആശ്രമങ്ങളുമാണ് ഓർത്തഡോക്സ് ആത്മീയതയുടെ ശരിയായ മാതൃകകൾ. അടുത്ത ചോദ്യം, പാശ്ചാത്യ വീക്ഷണത്തില് ആത്മീയ വ്യക്തിത്വത്തിന്റെ ആത്യന്തിക എന്ന് പറയുന്നത് എന്തിലാണ്? പാശ്ചാത്യ വീക്ഷണത്തില് ആത്മീയ വ്യക്തിത്വത്തിന്റെ ആത്യന്തികത എന്ന് പറയുന്നത് ദൈവിക ദർശനത്തിലാണ്. അടുത്ത ചോദ്യം, ലൗകിക ഇമ്പങ്ങളിൽ നിന്നുള്ള നമ്മുടെ ഓട്ടത്തിന് എന്തൊക്കെ ആത്മീയ അഭ്യാസങ്ങളാണ് നാം പരിശീലിച്ചിരിക്കേണ്ടത്? നിശബ്ദത, ഉപവാസം, നോമ്പ്, ആത്മീയ വായന, ശാരീരിക അധ്വാനം, മധ്യസ്ഥത, സ്വയം പരിത്യാഗം എന്നീ ആത്മീയ അഭ്യാസങ്ങളാണ് ലൗകിക ഇമ്പങ്ങളിൽ നിന്നുള്ള ഓട്ടത്തിന് നമ്മൾ പരിശീലിച്ചിരിക്കേണ്ടത്. അടുത്ത ചോദ്യം, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ എന്ന് നമ്മെ പ്രബോധിപ്പിച്ചത് ആരാണ്? അപ്പോസ്തലനായ പൗലോസ് ആണ് പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ എന്ന് നമ്മെ പ്രബോധിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, പൗരസ്ത്യ സന്യാസിമാരുടെ പ്രാർത്ഥനാ മന്ത്രം, അവരെപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ മന്ത്രം ഏതാണ്? ജീസസ് പ്രയർ എന്ന പ്രാർത്ഥനാ മന്ത്രത്തെ വിളിക്കും. യേശുവേ, ദാവീദ് പുത്ര, മഹാഭാവിയായ എന്നോട് കരുണ തോന്നണമേ എന്നതാണ് ജീസസ് പ്രയർ അല്ലെങ്കിൽ സന്യാസിമാരുടെ പ്രാർത്ഥനാ മന്ത്രം. അടുത്ത ചോദ്യം, പൗരസ്ത്യ ഓർത്തഡോക്സ് ചിന്തയിൽ ആത്മീയ വളർച്ചയുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെയൊക്കെ ആത്യന്തിക ലക്ഷ്യം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ? തിയോസിസ് അല്ലെങ്കിൽ ദൈവീകരണമാണ് പൗരസ്ത്യ ഓർത്തഡോക്സ് ചിന്തയിൽ ആത്മീയ വളർച്ചയുടെ ആത്യന്തിക ലക്ഷ്യം. അടുത്ത ചോദ്യം, പാശ്ചാത്യ സഭകള് ആത്മീയതയുടെ ആത്യന്തിക ലക്ഷ്യമായിട്ട് പഠിപ്പിക്കുന്നത് എന്തിനെയൊക്കെയാണ്? ദൈവാനുകരണത്തെയും ദൈവിക ദർശനത്തെയുമാണ് പാശ്ചാത്യ സഭകള്
ആത്മീയതയുടെ ആത്യന്തിക ലക്ഷ്യമാക്കി പഠിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, ദൈവത്തിൽ വിശ്രമിക്കുന്നത് വരെ നമുക്ക് വിശ്രമമില്ല എന്ന് പറഞ്ഞത് ആര്? സെന്റ് അഗസ്റ്റിനാണ് ദൈവത്തിൽ വിശ്രമിക്കുന്നത് വരെ നമുക്ക് വിശ്രമമില്ല എന്ന് പറഞ്ഞ പിതാവ്. ഇനി നമ്മൾ അടുത്ത പാഠത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ പരിചയപ്പെടുന്നു. ആദ്യത്തെ ചോദ്യം, ഓർത്തഡോക്സ് എന്ന വാക്കിന്റെ അർത്ഥം. ശരിയായ വിശ്വാസം അല്ലെങ്കിൽ ശരിയായ സ്തുതി, ശരിയായ ആരാധന, ഇവയെല്ലാമാണ് ഓർത്തഡോക്സ് എന്ന വാക്കിന്റെ അർത്ഥം. ആദ്യ കാലഘട്ടങ്ങളിൽ ഓർത്തഡോക്സ് എന്ന വാക്കിന്റെ അർത്ഥം എന്തായിട്ടായിരുന്നു ഭാഷാന്തരം ചെയ്യപ്പെട്ടിരുന്നത്? സ്തുതി ചൊവ്വാകപ്പെട്ട എന്ന അർത്ഥത്തിലായിരുന്നു ഈ വാക്ക് ആദ്യകാലങ്ങളിൽ ഭാഷാന്തരം ചെയ്തിരുന്നത്. അടുത്ത ചോദ്യം, സത്യ ആരാധനയ്ക്ക് അടിസ്ഥാനം എന്താണ്? സത്യവിശ്വാസമാണ് സത്യ ആരാധനയ്ക്ക് അടിസ്ഥാനം. ഇനി ഓർത്തഡോക്സ് സഭാപിതാക്കന്മാരുടെ ദർശനം അനുസരിച്ച് സത്യവിശ്വാസം പ്രകടമാക്കപ്പെടുന്നത് എങ്ങനെയാണ്? സത്യ ആരാധനയിൽ കൂടിയാണ് ഓർത്തഡോക്സ് വിശ്വാസികളുടെ സത്യവിശ്വാസം പ്രകടമാക്കേണ്ടത്. അടുത്ത ചോദ്യം, അപ്പോസ്തലന്മാരുടെ കാലത്ത് പലസ്തീനിലെ ഏത് ഭാഷയായിരുന്നു ഉപയോഗിച്ചിരുന്നത്? അരാമിയ ഭാഷയായിരുന്നു പലസ്തീനിലെ അപ്പോസ്തലന്മാരുടെ കാലത്ത് ഉപയോഗിച്ചിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജെറുസലേം, അന്ത്യോക്യ എന്നീ പട്ടണങ്ങളിൽ ഏത് ഭാഷയിലായിരുന്നു ആരാധന? ആദ്യകാലത്ത് ഗ്രീക്ക് ഭാഷയിലായിരുന്നു ആരാധനയെങ്കിലും ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്കായിട്ട് അരാമ്യ ഭാഷയിലേക്ക് ഈ പ്രാർത്ഥനകളൊക്കെ തർജിമ ചെയ്തിരുന്നു. ഇനി അന്ത്യോക്യയിലെ ആരാധനയെക്കുറിച്ച് പറയുമ്പോൾ അന്ത്യോക്യയിൽ ആദ്യകാലത്ത് ഗ്രീക്ക് ഭാഷയിലായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. പിന്നീട് ഗ്രീക്കിന്റെ പ്രാധാന്യം കുറഞ്ഞപ്പോൾ അന്ത്യോക്യയിലെ ആരാധന സുറിയാനി ഭാഷയിലായി എന്നതും ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, നമ്മുടെ ഓർത്തഡോക്സ് വിശ്വാസം അനുസരിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുമ്പോൾ എത്ര പേര് കുറഞ്ഞത് ഉണ്ടായിരിക്കണമെന്നാണ് നമ്മുടെ സഭയുടെ ഒരു പാരമ്പര്യം. നമുക്കറിയാം, ആരാധനയുടെ മകുടമാണ് വിശുദ്ധ കുർബാന. വൈദികൻ വേണം, കുറഞ്ഞ പക്ഷം ഒരു ശുശ്രൂഷക്കാരനെങ്കിലും വേണം. അതുപോലെ വിശ്വാസികളുടെ പ്രതിനിധിയായിട്ട് ഒരാളും ഉണ്ടായിരിക്കണം. 3 പേര്, വൈദികൻ, ഒരു ശുശ്രൂഷക്കാർ, ഒരു വിശ്വാസി, മിനിമം ഇത്രയും പേരുണ്ടെങ്കിൽ മാത്രമേ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നമുക്കറിയാം, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ ആരാധനയെ സംബന്ധിക്കുന്നതായിട്ട് നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓരോ ആരാധനയിലും എങ്ങനെയാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഏതൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. നമ്മുടെ ആരാധനയിൽ കാണുവാൻ, അതായത് മദ്ബഹായുടെയും അംശവസ്ത്രങ്ങളുടെയും ഒക്കെ അലങ്കാര പണികൾ നമുക്കുണ്ട്. അതുപോലെ കേൾക്കുന്നത് ആരാധനയിലെ സംഗീതം, മണക്കുന്നത് കുന്തിരിക്കം, സ്പർശിക്കുന്നത് നമ്മൾ കൈകസൂരി കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ആരാധനയെ നമ്മൾ സ്പർശിക്കാറുണ്ട്. ഇനി രുചിച്ച് നോക്കുന്നത്, നാവ് കൊണ്ട് രുചിച്ച് നോക്കുന്നത് വിശുദ്ധ കുർബാന. അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളും നമ്മളുടെ ആരാധനയിൽ സംബന്ധിക്കുന്നുണ്ട് എന്നതൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, സത്യവിശ്വാസം പഠിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാന മാധ്യമം എന്താണ് എന്നാണ് ഓർത്തഡോക്സ് പിതാക്കന്മാരുടെ ചിന്ത? സത്യവിശ്വാസം പഠിപ്പിക്കുവാനായിട്ട് ഏറ്റവും പ്രധാന മാധ്യമം ആരാധനയാണ് എന്നതാണ് ഓർത്തഡോക്സ് പിതാക്കന്മാരുടെ ചിന്ത. അടുത്ത ചോദ്യം, കന്യക മറിയാമിന്റെ കന്യകാത്വത്തിന് എതിരായിട്ട് സംസാരിക്കുന്നവർക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുന്ന ഒരു ഗീതം നമ്മുടെ ആരാധനയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഏതാണ് ആ ഗീതം? അത്ഭുതമാ ഫലമേകും വൃക്ഷം എന്ന ഗീതമാണ് കന്യക മറിയാമിന്റെ കന്യകാത്വത്തിനെതിരായി സംസാരിക്കുന്നവർക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുന്ന ഗീതം. അടുത്ത ചോദ്യം, നമ്മുടെ കുക്കിലിയോനുകൾ ആരംഭിക്കുന്നത് എങ്ങനെയാണ്? സങ്കീർത്തന ഭാഗം ചൊല്ലിക്കൊണ്ടാണ് നമ്മുടെ കുക്കിലിയോനുകൾ ആരംഭിക്കുന്നത്. ഇനിയും അടുത്ത ചോദ്യം, മധ്യസ്ഥ പ്രാർത്ഥനകൾക്ക് ഉദാഹരണം പറഞ്ഞാല് തുബുദേന്, ധൂപപ്രാർത്ഥന, ഇതൊക്കെ മധ്യസ്ഥ പ്രാർത്ഥനകളുടെ ഗണത്തിൽ വരുന്നതാണ് എന്ന് ഓർത്തി.
തുബ്ദേൻ എന്ന വാക്കിന്റെ അർത്ഥം എന്നാൽ വീണ്ടും എന്നതാണ് കൂടെ ഓർത്തിരിക്കുക കേട്ടോ. തുബ്ദേൻ എന്നാൽ വീണ്ടും എന്നാണ് അർത്ഥം. ഇനി അടുത്ത ചോദ്യം, ഓർത്തഡോക്സ് വേദശാസ്ത്രം അനുസരിച്ച് സകലത്തെയും ജീവിപ്പിക്കുന്നതും സകലവും പൂർത്തിയാക്കുന്നതും ആരാണ്? പരിശുദ്ധാത്മാവാണ് സകലത്തെയും ജീവിപ്പിക്കുന്നതും സകലവും പൂർത്തിയാക്കുന്നതും. അടുത്ത ചോദ്യം, നമ്മുടെ വിശുദ്ധ കുർബാന, വിശുദ്ധ മാമോദീസ, പട്ടംകൊട, മൂറൻ കൂദാശ എന്നീ കൂദാശകളില് പ്രത്യേക കർമ്മമായിട്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. ആ ശുശ്രൂഷയ്ക്ക് പറയുന്ന പേരെന്ത്? ക്രോയിത്തോത് റൂഹോ എന്നാണ് ആ ശുശ്രൂഷയ്ക്ക് പറയുന്ന പേര്, ക്രോയിത്തോത് റൂഹോ. അടുത്ത ചോദ്യം, വേദശാസ്ത്ര രഹസ്യങ്ങൾ വ്യക്തമാക്കുന്ന ചിത്രങ്ങളെ എന്താണ് വിളിക്കുന്നത്? വേദശാസ്ത്ര രഹസ്യങ്ങൾ വ്യക്തമാക്കുന്ന ചിത്രങ്ങളാണ് ഐക്കണുകൾ കേട്ടോ. റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്നാണ് വേദശാസ്ത്ര രഹസ്യങ്ങൾ വ്യക്തമാക്കുന്ന ചിത്രങ്ങളെ എന്താണ് വിളിക്കുന്നത് എന്നുള്ളത്. ഐക്കണുകൾ എന്നാണ് വിളിക്കുന്നത്. ഇനി ഐക്കണുകൾക്ക് പ്രധാന സ്ഥാനം ലഭിക്കാൻ തുടങ്ങിയത് എന്നു മുതലാണ്? 12ഉം 13ഉം ശതകങ്ങളിലാണ് ഓർത്തഡോക്സ് ആരാധനയിൽ ഐക്കണുകൾക്ക് പ്രധാന സ്ഥാനം ലഭിക്കാനായിട്ട് തുടങ്ങിയത്. അടുത്ത ചോദ്യം, നിലവിലുള്ള ഐക്കണുകളിൽ ഭൂരിഭാഗവും ഏത് സഭയുടേതാണ് എന്ന് ഓർത്തിരിക്കുക. ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടേതാണ് നിലവിലുള്ള ഭൂരിഭാഗം ഐക്കണുകളും. ഇനി നമ്മുടെ പരിസ്ഥിതി ബോധം നമ്മുടെ ആരാധനയിൽ നമുക്ക് നൽകുവാനായിട്ട് പല ഗീതങ്ങളും രചിക്കപ്പെട്ടിട്ടുണ്ട്. അതിനൊരു ഉദാഹരണം എന്താണ്? നമ്മുടെ പരിസ്ഥിതിയെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ള ആരാധനാ ഗീതം ഋജുമതികൾക്കിരുളിൽ ദ്യുതി ഉളവായി എന്ന ഗീതം നമ്മുടെ പരിസ്ഥിതി ബോധം നമുക്ക് നൽകുന്ന ആരാധനയ്ക്ക് ഉദാഹരണമായിട്ട്, ആരാധനാ ഗീതത്തിന് ഉദാഹരണമായിട്ട് പറയാവുന്നതാണ്. അടുത്ത ചോദ്യം, നമ്മുടെ ആരാധനാ ക്രമങ്ങളുടെയൊക്കെ മൂലഭാഷ എന്താണ്? സുറിയാനിയാണ് നമ്മുടെ ആരാധനാ ക്രമങ്ങളുടെയൊക്കെ മൂലഭാഷ. ഇനി അന്ത്യോക്യൻ സഭാബന്ധം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ ഏത് ഭാഷയിലായിരുന്നു ആരാധിച്ചിരുന്നത്? കൽദായ സുറിയാനിയിലായിരുന്നു അന്ത്യോക്യൻ സഭാബന്ധം ഉണ്ടാകുന്നതിന് മുൻപ് നമ്മളുടെ ആരാധനകളൊക്കെ നടത്തിയിരുന്നത്. അടുത്ത ചോദ്യം, എത്ര രാഗങ്ങളിലാണ് നമ്മുടെ ഗീതങ്ങളൊക്കെ പാടുവാനായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്? 8 രാഗങ്ങളിൽ, 8 നിറങ്ങൾ എന്ന് നമ്മൾ പറയും. 8 രാഗങ്ങളിൽ നമ്മളുടെ ഗീതങ്ങളൊക്കെ ചൊല്ലാവുന്നതാണ്. അത് എന്തിനാണ് അങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത് വെച്ചാൽ എല്ലാ ദിവസവും കേൾക്കുന്നത് ഒരേപോലെയാണെങ്കിൽ നമുക്കതൊരു അരോചകത്വമായി തീരും. അത് മാറ്റുവാനായിട്ടാണ് പിതാക്കന്മാർ ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി ഈ രാഗക്രമീകരണത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകത്തിന് എന്താണ് വിളിക്കുന്നത്? ഇതൊരു ഇമ്പോർട്ടൻ്റ് കേട്ടോ. എക്കാറ എന്നാണ് ഈ രാഗ ക്രമീകരണത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകത്തിന്റെ പേര്, എക്കാറ. ഇനി എക്കാറ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അടിസ്ഥാനം എന്നാണ് എക്കാറ എന്ന വാക്കിന്റെ അർത്ഥം. ഈ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. എക്കാറ എന്ന വാക്കിന്റെ അർത്ഥം. അതുപോലെ ഈ പാഠഭാഗത്തിന്റെ അവസാനത്തില് കുറച്ച് തുടർ വായനയ്ക്കെന്ന് പറഞ്ഞ് കുറച്ച് ബുക്സിന്റെ പേരും അതിന്റെ റൈറ്റേഴ്സിന്റെ പേരും കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. ചിലപ്പോൾ അതിൽ നിന്നും വരാം ക്വസ്റ്റ്യൻ. ആത്മാവിലും സത്യത്തിലും എന്ന ബുക്ക് ഫാദർ ഡോക്ടർ ബി വർഗീസ് എഴുതിയ ബുക്കാണ്. സ്വാതന്ത്ര്യദീപ്തി എന്ന ബുക്ക് ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി എഴുതിയതാണ്. വിശുദ്ധ കുർബാന ഒരു ധ്യാനാത്മക പഠനം, ഇത് ബിഷപ്പ് എച്ച് പെക്കൻഹാം വാൽഷ് എഴുതിയതാണ്. വിശുദ്ധ കുർബാന ഒരു ധ്യാനാത്മക പഠനം എന്ന ബുക്ക്. ഇനി വിശുദ്ധ കുർബാനയുടെ ധ്യാന പഠനം എന്ന ബുക്ക് മാത്യൂസ് മാർ ബർണബാസ് എഴുതിയതാണ്. അപ്പം ഈ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഈ പാഠഭാഗത്തു നിന്നുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത പാഠഭാഗമായിട്ട് കാണാം. താങ്ക് യു.